ഹലോ, എല്ലാവർക്കും AVS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയാസ് സിവിൽ സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം. ഞാൻ സച്ചിൻ. നമ്മൾ എന്തായിരുന്നു UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പം ഒരുപാട് ക്ലാസ് കഴിഞ്ഞു. 2014 മുതൽ നമ്മൾ നോക്കി ഇപ്പൊ 2018 എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുന്നത് പൊളിറ്റി ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ, അതായത് ജോഗ്രഫി, ഹിസ്റ്ററിയും അങ്ങനെ മറ്റ് എല്ലാ സബ്ജക്റ്റുകളുടെയും 2014 മുതൽ 2024 വരെയുള്ള PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് UPSCയുടെ നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലാസ്. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും, ബുധനാഴ്ചയും, വെള്ളിയാഴ്ചയും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. ഓക്കെ. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ UPSCയുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ശനിയും ഞായറും. അതുപോലെ KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ ബാച്ച്, അതായത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി ഒക്കെ പഠിക്കുന്നവർക്കുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ ശനിയും ഞായറും എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ എല്ലാ ടോപ്പിക് വൈസുള്ള ക്ലാസ്സുകളും വേറെ എടുക്കുന്നുണ്ട് UPSCയുടെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുവാണ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് എവിടെ എത്തി? നിങ്ങൾ മുന്നത്തെ ക്ലാസ് കണ്ടുണ്ടോ? അപ്പൊ എല്ലാവരും മുന്നത്തെ ക്ലാസ്സുകൾ കാണുക. നമ്മൾ 2014 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 16 കഴിഞ്ഞു, 17 കഴിഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 2018 ഏത് സബ്ജക്ട്? പൊളിറ്റിയിൽ 2018. ഓക്കെ. അപ്പൊ ഈ വർഷം എല്ലാവരും സ്ഥിരമായിട്ട് പൊളിറ്റിയിൽ ഏകദേശം 15 ക്വസ്റ്റ്യൻ എടുത്താണ് വരാറ്. അപ്പൊ ഈ വർഷം വന്നിരിക്കുന്നത് 13 ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഓക്കെ. അപ്പൊ ഈ 13 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കാം. എന്റെ പെൻ ടാബ് കഴിഞ്ഞ ക്ലാസ് പോലെ തന്നെ ഇപ്പോഴും വർക്ക് റെഡി ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തവണയും നമ്മുടെ മൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. അതിനു മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2018 റൈറ്റ് ടു പ്രൈവസി is protected as an intrinsic part of right to life and personal liberty. Which of the following in the Constitution of India correctly and appropriately imply the above statement? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ റൈറ്റ് ടു പ്രൈവസി എന്താണ്? ഈ റൈറ്റ് ടു പ്രൈവസി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന സംഭവം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം എവിടേക്കാണ്. ഓപ്ഷൻ എ, Article 14 and the provisions under the 42nd Amendment to the Constitution. Option B, Article 17 and the Directive Principles of State Policy, DPSP, in Part 4. Article 21 and the freedoms guaranteed in Part 3. Article 24 and the provisions under the 44th Amendment to the Constitution. ഇതിൽ ഏതിലാണ് റൈറ്റ് ടു പ്രൈവസി പറഞ്ഞിരിക്കുന്നത്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു പ്രൈവസി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്താ പറയാ, മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ടാണ് ക്ലിയർ വൃത്തിയില്ലാത്തത്. തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലൈഫ് എന്നുള്ള ഇതിലാണ് എന്ത് റൈറ്റ് ടു പ്രൈവസി പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റൈറ്റ് ടു മാരേജ്, റൈറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എന്ത്? റൈറ്റ് ടു പ്രൈവസി. അപ്പൊ റൈറ്റ് ടു ലൈഫ് എവിടെയാണ്? റൈറ്റ് ടു ലൈഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഏതിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 21. ഫണ്ടമെന്റൽ റൈറ്റ് ഇതിലാണ് വരുന്നത്, പാർട്ട് 3. ഓക്കെ, മറക്കരുത്. പാർട്ട് 4 DPSP ആണ്, പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ. ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ഓഫ് ലൈഫ് എന്നല്ല എഴുതിയത്, സോറി, റൈറ്റ് ടു ലൈഫ് ആണ്. റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. റൈറ്റ് ടു പ്രൈവസി വരുന്നുണ്ട്, റൈറ്റ് ടു മാരേജ് ആണ്, റൈറ്റ് കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാണ് എന്ത്? റൈറ്റ് ടു പ്രൈവസി. ഓക്കെ. റൈറ്റ് ടു ലൈഫ് ഓർത്ത് വെക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ആർട്ടിക്കിൾ വൈസ് കാണാതെ പഠിക്കണം. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണുള്ളത്. ഏതാണ് ആർട്ടിക്കിൾ 14? എന്താണ് ആർട്ടിക്കിൾ 14? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്, റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 17 എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്, അൺടച്ചബിലിറ്റി അബോളിഷന്റെ ആണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 24 എന്താണ്? ചൈൽഡ് ലേബർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. നെക്സ്റ്റ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, മണി ബിൽ. മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നത്തെ ചോദ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. മണി ബിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ. അപ്പൊ എന്താണ് മണി ബിൽ? റിഗാർഡിംഗ് ടു മണി ബിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ് ആണ്, ശ്രദ്ധിച്ച് വായിക്കാം. നോട്ട് കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എ ബിൽ ഷാൽ ബി ഡീംഡ് ടു ബി എ മണി ബിൽ if it contains only provisions relating to imposition, abolition, remission, alteration or regulation of any tax. A money bill has provisions for the custody of Consolidated Fund of India or the Contingency Fund of India.
A money bill is concerned with appropriation of monies out of the contingency fund of India. A money bill deals with the regulation of borrowing money or giving of any guarantee by the government of India. ഇതിൽ ഏതാണ് മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാത്തത് എന്നാണ് ചോദ്യം. നോട്ട് കറക്റ്റ്. ഏതാണ്? മണി ബിൽ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? മണി ബില്ല് ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ലോകസഭയിൽ പാസ്സാക്കിയതിനു ശേഷം രാജ്യസഭയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ രാജ്യസഭയ്ക്ക് എന്താണ്, അത് റിജക്ട് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ ഒന്നും ഒരു അധികാരമില്ല. ഓക്കെ, മണി ബില്ലിന്റെ കേസ്. ആരാണ് മണി ബില്ലാണ് തീരുമാനിക്കുക? അതായത് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ആ ബില്ല് മണി ബില്ലാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ആരാണ്? വൺ ആൻഡ് ഓൺലി സ്പീക്കർ ആണ്. ഓക്കെ, സ്പീക്കർ ആണ്. സ്പീക്കർ. ഓക്കെ, സ്പീക്കറുടെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും. സ്പീക്കർ ഇത് മണി ബില്ലാന്ന് പറഞ്ഞാണ്, മണി ബിൽ അല്ല എന്ന് പറഞ്ഞാൽ അല്ല. ഓക്കെ, പിന്നെ ഒരു മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വേണം. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരും. പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വേണം. ഓക്കെ, ലോകസഭയിൽ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി. ഇനി എന്തൊക്കെയാണ് മണി ബില്ല്? അതാണ് ചോദ്യം. ഇതെന്തായാലും കറക്റ്റ് ആണ്, ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ എന്താണ്, അധികവും മണി ബില്ലായിരിക്കും. ടാക്സിന്റെ ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, അൾട്രേഷൻ, റെഗുലേഷൻ, ഇതൊക്കെയാണ് ടാക്സ് ബന്ധപ്പെട്ട എന്താണ്, അതൊക്കെ മണി ബില്ലായിരിക്കും. ഓക്കെ, പിന്നെ എന്താ, മണി ബിൽ ഹാസ് പ്രൊവിഷൻസ് ഫോർ ദ കസ്റ്റഡി ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. നമുക്ക് മൂന്ന് ഫണ്ടുകൾ ഉണ്ട്. എന്തൊക്കെയാ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട്, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഉണ്ട്. അല്ലെ? കൺസോളിഡേറ്റഡ് ഫണ്ട് എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ റെസിപ്റ്റും, എല്ലാ റവന്യൂവും, എല്ലാ എക്സ്പെൻഡിച്ചറും ഒക്കെ എവിടെയാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയില്ലേ, അതുപോലെയാണ്. നമുക്ക് കിട്ടുന്ന എല്ലാ റവന്യൂ എവിടേക്കാണ് വരിക? കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ്. അതുപോലെ നമ്മുടെ എല്ലാ എക്സ്പെൻഡിച്ചറും എവിടെ നിന്നാണ് പോവുക? കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നാണ്. കണ്ടിൻജൻസി ഫണ്ട് എന്താണ്? കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഈ പ്രസിഡന്റിന്റെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ടാണ്. അത് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ടി പ്രസിഡന്റിന്റെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നിട്ട് യൂസ് ചെയ്യാനുള്ളത്. പിന്നെ പബ്ലിക് അക്കൗണ്ട് ഉണ്ട്. അത് എന്താ, ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരാത്ത ബാക്കി എല്ലാ എമൗണ്ടും എവിടേക്കാണ് പോവുക? പബ്ലിക് അക്കൗണ്ട്സിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോ ഒരു മണി ബിൽ എന്താണ്? എന്താ അത് ഇത് പറഞ്ഞ ശരിയാണ്. പ്രൊവിഷൻസ് ഫോർ ദ കസ്റ്റഡി ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഇന്ത്യ ആൻഡ് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയും കണ്ടിൻജൻസി ഫണ്ട് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും എവിടെയാണ് വരിക? മണി ബില്ലാണ്. ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, സി അവിടെ നിൽക്കട്ടെ. ഡി നോക്കിയേ. എ മണി ബിൽ ഡീൽസ് വിത്ത് റെഗുലേഷൻ ഓഫ് ബോറോയിങ് ഓഫ് മണി ഓർ ഗിവിംഗ് എനി ഗ്യാരണ്ടി ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഗവൺമെന്റിന്റെ മണി ബോറോയിങ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? മണി ബില്ലിൽ വരും. അതും ശരിയാണ്. എന്താണ്? ബോറോയിങ് ഓഫ് മണി ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതും എവിടെയാ വരിക? മണി ബില്ലായിട്ട് വരും. എന്നാൽ ഇവിടെ എ മണി ബിൽ ഈസ് കൺസേൺഡ് വിത്ത് അപ്രോപ്രിയേഷൻ ഓഫ് മണീസ് ഔട്ട് ഓഫ് ദ കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. എന്താണ് അപ്രോപ്രിയേഷൻ? അപ്രോപ്രിയേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തെങ്കിലും സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യില്ലേ, അതാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയാം. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി പെട്ടെന്ന് ഫണ്ട് മാറ്റി വയ്ക്കുക, അതാണ് അപ്രോപ്രിയേഷൻ. പക്ഷെ ഇവിടെ തെറ്റെന്താണ്? ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൽ തെറ്റെന്താണ് നോക്കിയേ? കണ്ടിൻജൻസി ഫണ്ട് അല്ല. കണ്ടിൻജൻസി ഫണ്ട് അല്ല. എന്ത് ഫണ്ടാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. എ മണി ബിൽ ഈസ് കൺസേൺഡ് വിത്ത് അപ്രോപ്രിയേഷൻ ഓഫ് മണീസ് ഔട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് നോട്ട് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഈച്ച് MLA varies from state to state. Value of vote of MPs of the Lok Sabha is more than the value of vote of MPs of the Rajya Sabha. ആദ്യം എങ്ങനെയാണ് ഈ പ്രസിഡന്റ് ഇലക്ഷൻ നടത്തുക? ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടാവും അല്ലേ? ഇലക്ട്രൽ, ഇതിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇലക്ട്രൽ കോളേജ് മൗസ് കൊണ്ട് എഴുതാൻ കുറച്ച് പണിയാണ്. ഓക്കെ, ഈ ഇലക്ട്രൽ കോളേജ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ നടത്തുന്ന ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടാവും. ആ ഇലക്ട്രൽ കോളേജ് ആരൊക്കെയാ ഉണ്ടാവുക? മെമ്പേഴ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെയാ മെമ്പേഴ്സ് ഉള്ളത്? എലക്ടഡ് മെമ്പേഴ്സ്. എവിടൊക്കെയാണ്? എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് എവിടെയാണ്? ലോകസഭ ആൻഡ് രാജ്യസഭ. ഓക്കെ, പിന്നെന്താണ്?
എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് എവിടെയാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ ആരൊക്കെ ഉണ്ടാവുക? എലക്ടഡ് മെമ്പേഴ്സ്. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും എലക്ടഡ് മെമ്പേഴ്സ് മാത്രമാണ് ഉണ്ടാവുക? അല്ല. ആരൊക്കെ ഉണ്ടാവുക? നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് ഉണ്ടാവില്ല. അതായത് പ്രസിഡന്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് ഉണ്ടാവും. എന്നാൽ പ്രസിഡന്റ് ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ആർക്കൊക്കെയാണ് ഉള്ളത്? ആകെ എലക്ടഡ് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് എന്താ? പ്രസിഡന്റ് ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, എലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഇലക്ടറൽ കോളേജിൽ ഉണ്ടാവുള്ളൂ. പ്രസിഡന്റ് ഇലക്ഷനിൽ എലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവില്ല. എവിടേക്കൊക്കെ എലക്ടഡ് മെമ്പേഴ്സ് ഉണ്ടാവുക? ലോകസഭയിലും രാജ്യസഭയിലും എലക്ടഡ് മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ആരുണ്ടാവുക? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലോ, സ്റ്റേറ്റുകളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എലക്ടഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ യൂണിയൻ ടെറിട്ടറി, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അതൊക്കെ ഡൽഹി, നമ്മുടെ ഡൽഹി ഉണ്ട്, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് ഒക്കെ ഉണ്ടല്ലോ, ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ. അപ്പം അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറി. അപ്പൊ അവിടുത്തെ യൂണിയൻ ടെറിട്ടറീസിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എന്താണ് മെമ്പേഴ്സ് ഉണ്ടാവും, ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ആരൊക്കെയാണ് ഇലക്ടറൽ കോളേജിൽ ഉണ്ടാവുക? പ്രസിഡന്റ് ഇലക്ഷനിൽ elected members of Lok Sabha and Rajya Sabha, elected members of legislative assemblies of state and legislative assemblies of union territories of Delhi and Puducherry. Okay, അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മൾ സാധാ MLA-മാരുടെയും അല്ലെങ്കിൽ MP-മാരുടെയും ഇലക്ഷൻ എങ്ങനെ നടക്കുക? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ആണല്ലേ. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അതാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഓക്കെ, എന്നാൽ ഒരു പ്രസിഡന്റ് ഇലക്ഷൻ എങ്ങനെ നടക്കുക? പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്, ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷൻ അങ്ങനെയാണ്, ആ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുക. ഇനി ആരാണ് പ്രസിഡന്റ് ഇലക്ഷൻ നടത്താറ്? വൺ ആൻഡ് ഓൺലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്ത് പ്രസിഡന്റ് ഇലക്ഷൻ നടത്താറ്. ഇനി നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ദ വാല്യൂ ഓഫ് ദ വോട്ട് ഓഫ് ഈച്ച് MLA വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അതായത് ഇതിൽ ഈ ഇലക്ട്രൽ കോളേജിൽ MLA-മാരുണ്ടല്ലോ, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവിടെ എന്താ അവരുടെ വാല്യൂ ഓഫ് വോട്ട് ഓരോ MLA-മാരുടെയും അത് സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കില്ല. കാരണം ഓരോ സ്റ്റേറ്റിലും എന്താണ് ഡിഫറെന്റ് പോപ്പുലേഷൻ ആണ്, ഡിഫറെന്റ് നമ്പേഴ്സ് ഓഫ് MLA ആണ് അല്ലെ. ഇപ്പൊ കേരളത്തിൽ ഇത്ര MLA-മാരുണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ വേറെ ഡിഫറെന്റ് നമ്പേഴ്സ് ഓഫ് MLA-മാരായിരിക്കും. അപ്പം സെയിം ആയിരിക്കില്ല, എന്താണ് വേരി ചെയ്യും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഈച്ച് MLA വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും എന്താണ് പോപ്പുലേഷൻ അനുസരിച്ച് MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി വാല്യൂ ഓഫ് ദ വോട്ട് ഓഫ് MPs ഓഫ് ലോകസഭ ഇസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് MPs ഓഫ് രാജ്യസഭ. തെറ്റാണ്. ലോകസഭയിലും രാജ്യസഭയിലും MP-മാരുടെ വോട്ടിന് സെയിം വാല്യൂ ആണ്, സെയിം വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ വാല്യൂ വേരി എവിടെയാണ്? സ്റ്റേറ്റുകളുടെ കേസിൽ മാത്രമാണ്. കാരണം എന്താണ്? പോപ്പുലേഷൻ ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിഫറെന്റ് ആണ്. അവിടെ MLA-മാരുടെ എണ്ണം ഒക്കെ എന്താ ഡിഫറെന്റ് ആണ്. എന്നാൽ MP-മാരുടെ വോട്ട് ലോക്സഭയിലും രാജ്യസഭയിലും സെയിം വാല്യൂ ആണ്. അത് അത്രയും ഓർത്ത് വെക്കുക. ഓക്കെ, എനിക്കാരും ഓർത്ത് വെക്കുക. ആരൊക്കെയാണ് ഇലക്ടറൽ കോളേജിൽ മെമ്പേഴ്സ് ഓർത്ത് വെക്കുക. ആരാണ് നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? വൺ ഓൺലി ആണ്. വൺ ഓൺലി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ. The Speaker of the Legislative Assembly shall vacate his or her office if he or she ceases to be a member of the Assembly. Whenever the Legislative Assembly is dissolved, the Speaker shall vacate his or her office immediately. ഇതിൽ ഏതാണ് ശരി ഉത്തരം? രണ്ടും ശരിയാണോ? ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? ഒരാൾക്ക് എത്ര കാലത്തോളം സ്പീക്കറെ തുടരാൻ പറ്റും? ഒരു സ്പീക്കർ ആവണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? അയാൾ അസംബ്ലിയിലെ മെമ്പർ ആയിരിക്കണം അല്ലെ. അതായത് എലക്ട് ചെയ്യപ്പെട്ട ഒരു MLA ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്താണ് അയാൾക്ക് സ്പീക്കർ ആവാനുള്ള യോഗ്യതയുള്ളൂ. അപ്പൊ അയാൾ മെമ്പർ അല്ലാതായാലോ അപ്പൊ അയാളുടെ സ്പീക്കർ പദവിയും താനേ ഇല്ലാതാവും. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഷാൽ വെക്കേറ്റ് ഹിസ് ഓർ ഹർ ഓഫീസ് ഇഫ് ഹി ഓർ ഷീ സീസസ് ടു ബി എ മെമ്പർ ഓഫ് അസംബ്ലി. മെമ്പർ ഓഫ് അസംബ്ലി അല്ലാതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അയാൾ അപ്പൊ തന്നെ എന്താ സ്പീക്കറിന്റെ പൊസിഷൻ എന്തായാലും വെക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ, whenever the legislative assembly is dissolved, ഒരു ഗവൺമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്തു, അത് ഡിസോൾവ് ആയി, അതായത് അത് പിരിച്ചുവിട്ടു, ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിട്ടു വിചാരിച്ചോ. അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്പീക്കർ വെക്കേറ്റ് ചെയ്യണോ? സ്പീക്കർ റിസൈൻ ചെയ്യണോ? ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീക്കർ അപ്പൊ തന്നെ വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് സ്പീക്കർ വെക്കേറ്റ് ചെയ്യുക? പിന്നെ ഈ ഡിസൊല്യൂഷന് ശേഷം പുതിയ അസംബ്ലി ഫോം ചെയ്യല്ലോ. അതായത് ഇപ്പോഴത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസോൾവ് ആയി,
ആ ഡിസോൾവ് ആയതിനു ശേഷം പുതിയ അസംബ്ലി ഫോം ചെയ്യല്ലോ, ആ ഫോം ചെയ്തുള്ള അവരുടെ ഫസ്റ്റ് മീറ്റിംഗിലാണ് എന്ത് ഈ സ്പീക്കർ വെക്കേറ്റ് ചെയ്യുക. അതുവരെ സ്പീക്കറിന് തുടരാം. ഓക്കെ, അതായത് ആ ഫസ്റ്റ് മീറ്റിംഗിന് തൊട്ട് മുന്നേ സ്പീക്കർ വെക്കേറ്റ് ചെയ്യാം. അസംബ്ലി ഡിസോൾവ് ആയ അപ്പൊ തന്നെ സ്പീക്കർ വെക്കേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, വെക്കേറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴാണ് വെക്കേറ്റ് ചെയ്യേണ്ടത്? ഈ അസംബ്ലി ഡിസോൾവ് ആയതിനു ശേഷം വീണ്ടും പുതിയ അസംബ്ലി ഫോം ചെയ്ത് ആ അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് നടക്കാൻ പോകുന്നത് അതിന്റെ തൊട്ട് മുന്നേ സ്പീക്കർ വെക്കേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് എന്താണ് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിത്തരം. വൺ ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിഫ്ലെക്ട്സ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ആൻഡ് ലിബർട്ടി? ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ പറയാ, ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഈ നാലെണ്ണം, ലോയും ലിബർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ് എന്ത്? ഇത് ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇഫ് ദർ ആർ മോർ ലോസ് ദർ ഇസ് ലെസ് ലിബർട്ടി. ഇഫ് ദർ ആർ നോ ലോസ് ദർ ഇസ് നോ ലിബർട്ടി. ഇഫ് ദർ ഇസ് ലിബർട്ടി, laws have to be made by the people. If laws are changed too often, liberty is in danger. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ലോ ഇല്ലാതായ എന്താ അവസ്ഥ? എന്തിനാണ് നിയമങ്ങൾ ഉള്ളത്? അതായത് ഇവിടുത്തെ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും ഓർഡർ എൻഷുർ ചെയ്യാനൊക്കെ എന്താണ് നിയമം നിർബന്ധമാണല്ലേ. അപ്പൊ നിയമം ഇല്ലെങ്കിൽ അവസ്ഥ അറിയിച്ചു നോക്കിയേ, ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ലോ ആൻഡ് ഓർഡർ ഒക്കെ വലിയ പ്രശ്നമായി മാറും അല്ലെ, നിയമം ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തിനാണ് നിയമം? ഒരു സൊസൈറ്റിയുടെ ഫംഗ്ഷനിങ്, അതിനുവേണ്ടി എന്താണ് നിയമങ്ങൾ, അത് ലോസ് വളരെ നെസസറി ആണല്ലേ. അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരുപാട് പ്രശ്നങ്ങളും കെയോസും അനാർക്കിയും അങ്ങനെ വയലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഒക്കെ സംഭവിക്കും നിയമങ്ങൾ ഇല്ലെങ്കിൽ. ഇപ്പൊ നിയമം ഉള്ളതുകൊണ്ടാണ് എന്ത് നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ലിബർട്ടി എന്താണ് അതറിയോ നിങ്ങൾക്ക്? ലിബർട്ടിയും ഫ്രീഡവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ലിബർട്ടിയും ഫ്രീഡം തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഒന്നാണോ? അല്ല, ഫ്രീഡം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബ്രോഡ് ആയുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തിനും സ്വാതന്ത്ര്യം എന്നുള്ള ഫ്രീഡം എന്നുള്ളത്. ലിബർട്ടി എന്താണ്? ലിബർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നിയമം അതായത് ലോയിന്റെ ബൗണ്ടറിയുടെ ഉള്ളിലുള്ള ഫ്രീഡം, അതാണ് ലിബർട്ടി. ഈസ് ദ ഫ്രീഡം ടു ആക്ട് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ലോ. ആ നിയമത്തിന്റെ ബൗണ്ടറിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതാണ് ലിബർട്ടി. അത് ആ നിയമത്തിന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ആ ഫ്രീഡമാണ് ലിബർട്ടി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫ്രീഡം ലിബർട്ടി നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുക. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറച്ച് വലിയ ബ്രോഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഫ്രീഡം. ഓക്കെ, ലിബർട്ടി വെച്ചാൽ എന്താണ്? ഒരു നിയമത്തിന്റെ പരിധിയുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡം ഉണ്ടല്ലോ, അതാണ് എന്ത് ലിബർട്ടി. അതായത് ആ നിയമം കടക്കാൻ പാടില്ല, നിയമത്തിന്റെ പരിധി കടക്കാൻ പാടില്ല. അത് കടക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫ്രീഡം. അതായത് നമ്മളിപ്പോ അനുഭവിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ അനുഭവിക്കുന്നില്ലേ, അത് നമുക്ക് നിയമം തെറ്റിക്കാനുള്ള അധികാരമില്ല. പക്ഷെ എന്താ, ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്താ നമുക്ക് ജീവിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള റൈറ്റ് ഉണ്ട് അല്ലെ, എല്ലാ ഫ്രീഡം ഉണ്ട്. അതാണ് ലിബർട്ടി. നിയമം തെറ്റിച്ചുകൊണ്ട് നമുക്ക് എന്താ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ, അതാണ് ലിബർട്ടി എന്ന് പറയുന്നത്. എനിക്ക് ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവിടെയുള്ള നിയമം അനുസരിച്ച് ആ നിയമത്തിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, അതാണ് ലിബർട്ടി എന്ന് പറയാം. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രീഡമാണ് ലിബർട്ടി. അപ്പൊ എന്താണ് ലോയും ലിബർട്ടി തമ്മിലുള്ള വ്യത്യാസം അല്ലെ, എന്താണ് റിലേഷൻ ഇതിൽ പറഞ്ഞതില്? ഓക്കെ, ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇഫ് ദർ ഇസ് നോ ലോ നോ ലിബർട്ടി. നിയമം ഉണ്ടെങ്കിലേ ലിബർട്ടി ഉള്ളൂ. നിയമം ഇല്ലെങ്കിൽ എന്താ അവസ്ഥ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ വയലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉണ്ടാവും, കെയോസ് ഉണ്ടാവും, അനാർക്കി ഉണ്ടാവും, സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ വിത്ത് എന്താണ്? ഇഫ് ദർ ഇസ് നോ ലോ ദർ ഇസ് നോ ലിബർട്ടി. അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സംഭവം. ലിബർട്ടിയും ലോയും തമ്മിൽ എന്താ ഒരു ബാലൻസ് ഉണ്ടാവും, ബാലൻസ് ഉണ്ടാവണം. എന്നാൽ ലോ എന്താണ്? ഓർഡർ എൻഷുർ ചെയ്യാനും അതുപോലെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ എന്താണ് ലോ നെസസറി ആണ്. അതുപോലെ തന്നെ എന്താണ് ആ ലോയിന്റെ ഉള്ളിലുള്ള ഫ്രീഡം ആണ് ലിബർട്ടി. അപ്പൊ ലോ ഇല്ലെങ്കിൽ ലിബർട്ടി ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നോ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ഷാൾ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗേൻസ്റ്റ് ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ എനി കോർട്ട് ഡ്യൂറിംഗ് ഹിസ് ടേം ഓഫ് ഓഫീസ്. The emoluments and allowances of the governor of the state shall not be diminished during his term of office. ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് അല്ലെ. അടുത്തത്, നിങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഗവർണറെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. എന്താണ്, നമ്മുടെ ഗവർണറെയും പ്രസിഡന്റിനും എന്താണ് അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്കെതിരെ എന്താണ് ക്രിമിനൽ പ്രൊസീഡിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല.
അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. കാരണം അവര് ഓഫീസിൽ ഇരിക്കുന്ന ടൈമിൽ, അതായത് അവർ ഗവർണറായിട്ടും പ്രസിഡന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് എന്താണ് അവർക്കെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിംഗ് പോലും എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് അവരുടെ റൈറ്റ് ആണ്, പ്രിവിലേജ് ആണ്. നോ പ്രോസസ് ഫോർ അറസ്റ്റ് ഓർ ഇംപ്രിസൺമെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഷാൽ ബി ഇഷ്യൂഡ്. അതായത് ഒരു കോടതിക്ക് എന്താണ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണറെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ തടവിൽ വെക്കാനുള്ള ഒരു ഓർഡർ എന്താണ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല. അതായത് അവർ ഓഫീസിലുള്ള ടൈമിൽ അവർ രാജിവെക്കാത്തടത്തോളം കാലം അവര് പ്രസിഡന്റ് ആയിട്ടും ഗവർണറായിട്ടും നിലനിൽക്കുന്ന കാലത്തോളം എന്താണ് അവരെ അറസ്റ്റ് ചെയ്യാനോ ഇംപ്രിസൺമെന്റ് ചെയ്യാനോ എന്താണ് ഒരു കോടതിക്കും വിധിക്കാൻ പറ്റില്ല. ഓക്കെ, അത് അവർക്കുള്ള ഒരു പ്രിവിലേജ് ആണ്. നോ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ഷാൽ ബി ഇനിഷ്യേറ്റഡ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ. നോ ക്രിമിനൽ പ്രൊസീഡിംഗ് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗേൻസ്റ്റ് ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ എനി കോർട്ട് ഡ്യൂറിംഗ് ഹിസ് ടേം ഓഫ് ഓഫീസ്. അദ്ദേഹം ഓഫീസിൽ ഗവർണറായി തുടരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിംഗും തുടങ്ങാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു അറസ്റ്റിനും ഒരു തടവിലാക്കലിനും എന്തെന്താ ഒരു കോടതിക്കും വിധിക്കാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ, ദ എമോളിമെന്റ്സ് ആൻഡ് അലവൻസസ് ഓഫ് ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി ഡിമിനിഷ്ഡ് ഡ്യൂറിംഗ് ഹിസ് ടേം ഓഫ് ഓഫീസ്. ഈ ഗവർണറിന്റെ ഒരു പോസ്റ്റ് പെർമനന്റ് ആണോ? അല്ലല്ലേ. അതെന്താ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണ് എന്ത് ഗവർണർ വർക്ക് ചെയ്യുന്നത്, ഗവൺമെന്റ് ടേം വരുന്നത്. അതായത് പ്രസിഡന്റിന് തോന്നുമ്പോൾ എന്താണ് ഗവർണർ ഒഴിവാക്കാം. അല്ലാതെ കൃത്യമായിട്ട് എന്താ ഇത്ര കാലാവധിയിൽ ഗവർണർ നിർത്തണമെന്നോ ഇത്ര വർഷത്തോളം ഗവർണറുടെ പോസ്റ്റ് നിർത്തണമെന്നൊന്നും എന്താ ഒരു നിർബന്ധമില്ല. പ്രസിഡന്റിന് തോന്നുന്ന സമയത്ത് ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്യാം, എപ്പോൾ മണി എന്താ എടുത്ത് മാറ്റുകയും ചെയ്യാം. ഓക്കെ, ഗവർണറുടെ ടെന്യൂറിന് അങ്ങനെ സെക്യൂരിറ്റി ഒന്നുമില്ല. എന്നാൽ എന്താണ് the emoluments and allowances of the governor of the state shall not be diminished during his term of office. അതായത് ഒരു ഗവർണർ ജോലിക്ക് കയറി കഴിഞ്ഞു, അതായത് ഗവർണർ ഒരു സ്റ്റേറ്റിന്റെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതിന് ശേഷം തോന്നിയ പോലെ അദ്ദേഹത്തിന്റെ അലവൻസോ എമോളിമെന്റ്സോ ഒന്നും എന്താ കുറയ്ക്കാൻ പറ്റില്ല. അതായത് ഗവൺമെന്റിന് തോന്നുന്ന പോലെ അതിന് നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടുന്നുള്ളൂ, തരാൻ പറ്റുന്നുള്ളൂ എന്ന് തോന്നിയ പോലെ പറയാൻ പറ്റില്ല. ഒരു ഗവർണറിന് അദ്ദേഹം ജോലിക്ക് കയറിയ മുതൽ, അതായത് അദ്ദേഹം ഒരു സ്റ്റേറ്റിന്റെ ഗവർണറായിട്ട് കയറിയത് മുതൽ എന്താണ് കയറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അലവൻസസോ എമോളിമെന്റ്സോ ഒന്നും എന്താ കുറയ്ക്കാനുള്ള റൈറ്റ് ഒരു ഗവൺമെന്റിനും ഇല്ല. ഓക്കെ, ദ എമോളിമെന്റ്സ് ആൻഡ് അലവൻസസ് ഓഫ് ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി ഡിമിനിഷ്ഡ് ഡ്യൂറിംഗ് ഹിസ് ടേം ഓഫ് ഓഫീസ്. അങ്ങനെ തോന്നിയ പോലെ അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ശമ്പളോ അല്ല അലവൻസോ എമോളിമെന്റ്സോ ഒന്നും എന്താ കുറയ്ക്കാനുള്ള റൈറ്റ് ഒരു ഗവർണറിനോ അല്ല സോറി ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ ഇല്ല. ഓക്കെ, ഈ എമോളിമെന്റ്സ് അലവൻസ് ഒക്കെ എത്ര കൊടുക്കണം ആരാ തീരുമാനിക്കുന്ന ആരാണ്? തീരുമാനിക്കുന്ന പാർലമെന്റ് ആണ്. പക്ഷെ എന്താണ് അദ്ദേഹം ജോലിക്ക് കയറിയ ശേഷം തോന്നിയ പോലെ മാറ്റാനും കുറയ്ക്കാനും എന്താ അധികാരം ഒരു പാർലമെന്റിനും ഇല്ല. ഓക്കെ, അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഓപ്ഷൻ സി. ഇത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 158 ആണ്. ഇവിടെയോ ഇത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 361 ആണ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഏഴാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിഗാർഡഡ് ആസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്താണ്? റൂൾ ഓഫ് ലോയിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ഓക്കെ, ലോ ആണെന്ത് ലോയിന്റെ റൂൾ. ഓക്കെ, നിയമവാഴ്ച. ഓക്കെ, എന്താണ് പറഞ്ഞേ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഇതില് ലിമിറ്റേഷൻ ഓഫ് പവേഴ്സ്, ഈക്വാലിറ്റി ബിഫോർ ലോ. എന്തിനാണ് നമ്മുടെ നാട്ടിൽ ലോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നിയമങ്ങൾ എന്തിനാണ് നമ്മുടെ നാട്ടിൽ? അങ്ങനെ ആലോചിച്ചാൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആലോചിച്ചേ, ലിമിറ്റേഷൻ ഓഫ് പവേഴ്സ്, ഈക്വാലിറ്റി ബിഫോർ ലോ, പീപ്പിൾസ് റെസ്പോൺസിബിലിറ്റി ടു ദ ഗവൺമെന്റ്, ലിബർട്ടി ആൻഡ് സിവിൽ റൈറ്റ്സ്. ഈ റൂൾ ഓഫ് ലോ എന്ന ടേം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ റൂൾ ഓഫ് ലോ കടമെടുത്തിരിക്കുന്നത്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന്റെ നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് നമ്മൾ ഈ റൂൾ ഓഫ് ലോ എന്നുള്ള കൺസെപ്റ്റ് കടമെടുത്തത്. ലിമിറ്റേഷൻ ഓഫ് പവേഴ്സ് ശരിയാണോ? എന്താ റൂൾ ഓഫ് ലോയിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? അതായത് ഒരു എക്സിക്യൂട്ടീവ്, അതായത് ഒരു ഗവൺമെന്റിന് എന്താണ് ഓവർ പവർ ഉണ്ടാവാൻ പാടില്ല. അവരുടെ പവറിന് ലിമിറ്റേഷൻ ഉണ്ടാവണം. അതായത് ഓവർ നമ്മളിവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നും ആവാൻ പാടില്ലല്ലോ. ഓവർ പവർ ലിമിറ്റേഷൻ ഉണ്ടാവണം. തോന്നുന്ന പോലെ എന്തും ചെയ്യാൻ ഒരു ഗവൺമെന്റിനും ഒരു എക്സിക്യൂട്ടീവിനും പാടില്ല. ഓക്കെ, അപ്പൊ എന്താണ്
ഒരു ലിമിറ്റേഷൻ ഓഫ് പവർ ഉണ്ടാവും. അത് റൂൾ ഓഫ് ലോന്റെ മെയിൻ ഫീച്ചറാണ്, ലിമിറ്റേഷൻ ഓഫ് പവേഴ്സ്. നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കും അവർക്കും എന്താ ഒരുപാട് പവർ ഉണ്ടാവാൻ പാടില്ല. ഒരു ലിമിറ്റേഷൻ പവർ ലിമിറ്റേഷൻ വേണം. നമുക്ക് തോന്നുന്ന പോലെ എന്തും ചെയ്യാൻ പറ്റില്ല, അതിനുള്ള പവർ ഉണ്ടാവാൻ പാടില്ല. അത് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, എന്തിനും. ഓക്കെ, അപ്പൊ ശരിയാണ്. ഇനി ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്താണ്, ശരിയല്ലേ? അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കോ ഗ്രൂപ്പിന് എന്താ സ്പെഷ്യൽ റൈറ്റുകളോ സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും കൊടുക്കാൻ പാടുമോ? ഇല്ല. എല്ലാവർക്കും എന്താണ് ഇക്വാലിറ്റി ഒരുപോലെ ആയിരിക്കണം. എല്ലാ നിയമങ്ങളും എന്താണ് എല്ലാവർക്കും ഒരുപോലെ എന്താ ബാധകമായിരിക്കണം. അതുപോലെ തന്നെ എന്താ മറ്റേ സെക്സ്, റിലീജിയൻ, റേസ്, കാസ്റ്റ് ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഒരു ഡിസ്റ്റിങ്ഷനും ഉണ്ടാവാൻ പാടില്ല. എല്ലാ നിയമം എന്താണ് എല്ലാവരും ഒരുപോലെ കാണണം. അല്ലാതെ സെക്സ് അല്ലെങ്കിൽ എന്താ റിലീജിയൻ, കാസ്റ്റ്, റേസ് ഇതൊന്നും വെച്ചെന്താ ഒരു ഡിസ്റ്റിങ്ഷനും കാണിക്കാൻ പാടില്ല. അപ്പൊ ഇതും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഇക്വാലിറ്റി ബിഫോർ ദ ലോ. ഇനി ലിബർട്ടി, നമുക്ക് നാലാമത്തെ നോക്കാം, ലിബർട്ടി ആൻഡ് സിവിൽ റൈറ്റ്സ്. ശരിയല്ലേ? ഒരു നിയമം ഉണ്ടാക്കുന്നത് എന്തിനാണ്? റൈറ്റ് നൽകാൻ വേണ്ടി. അതൊക്കെയാണ് എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ റൈറ്റ് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്, ലിബർട്ടി, ഇതൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നിയമം ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ ഇത് സിമ്പിൾ ആണ്, ശരിയാണ്. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിയേ, പീപ്പിൾസ് റെസ്പോൺസിബിലിറ്റി ടു ദ ഗവൺമെന്റ്. ശരിയാണോ? അത് ചെറിയ വ്യത്യാസമുണ്ട്, നേരെ തിരിച്ചാണ്. ഗവൺമെന്റ് ആയിരിക്കണം റെസ്പോൺസിബിൾ പീപ്പിളിന്. ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു പീപ്പിൾ ആണ്, അല്ല തിരിച്ചല്ല. ഗവൺമെന്റ് എന്താണ് പീപ്പിളിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അല്ലാതെ തിരിച്ച് പീപ്പിളിന് ഗവൺമെന്റിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവല്ല വേണ്ടത്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ഇത് നേരെ തിരിച്ചാണ്, ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി ടു പീപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ 1, 2 and 4 ആണ് ആൻസർ, ഓപ്ഷൻ സി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, if the president of India exercises his power as provided under Article 356 of the Constitution in respect to a particular state, then എന്താണ് ചോദിച്ചിരിക്കുന്നത്? സിമ്പിൾ ആണ്. പ്രസിഡന്റ്, if the president exercises his power as provided under Article 356 of the Constitution in respect to a particular state, then അതായത് പ്രസിഡന്റ് ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള തന്റെ പവർ പുറത്തെടുത്താൽ എന്തായിരിക്കും കോൺസിക്വൻസസ് എന്നാണ് ചോദിച്ചത്. എന്താണ് ആർട്ടിക്കിൾ 356? സിമ്പിൾ അല്ലേ? എന്താ ആർട്ടിക്കിൾ 356 എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പ്രസിഡൻസ് റൂൾ. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഒരുപാട് ക്വസ്റ്റ്യനിലെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസിഡൻസ് റൂൾ, അതായത് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയാം, അല്ലേ? നാഷണൽ എമർജൻസിന്റെ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 352 ആണ്. ഓർത്ത് വെക്കുക, നാഷണൽ എമർജൻസി ആണെങ്കിൽ ആർട്ടിക്കിൾ 352 ആണ്. സ്റ്റേറ്റ് എമർജൻസി ഓർ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ ആണെങ്കിൽ എന്താണ്? ആർട്ടിക്കിൾ 356 ആണ്. എന്നാൽ ഈ ഫിനാൻഷ്യൽ എമർജൻസി ആണെങ്കിൽ എന്താണ്? ആർട്ടിക്കിൾ 360 ആണ്. അപ്പൊ 3 മാർക്ക് പോയത്. 352 നാഷണൽ എമർജൻസി, 356 പ്രസിഡന്റ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, 360 എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസി. അപ്പൊ ഒരു സ്റ്റേറ്റില് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നാൽ എന്തൊക്കെയാണ് കോൺസിക്വൻസസ് എന്നാണ് ചോദിച്ചത്. ഇതിൽ ഏതാണ് ശരി ഉത്തരം? ദ അസംബ്ലി ഓഫ് സ്റ്റേറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്ഡ്. The power of the legislature of the state shall be exercisable by or under the authority of the parliament. Article 19 is suspended in the state. The president can make laws relating to the state. ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഒരു പ്രസിഡന്റ് ഒരു സ്റ്റേറ്റില് പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നാൽ നിർബന്ധമായും സംഭവിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ തൊട്ടുപിടുത്ത ക്ലാസ് 2017 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നോക്കാം. അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്. അതായത് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ശരിയാണ്. പ്രസിഡന്റ് റൂൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രസിഡന്റിന് വേണമെങ്കിൽ അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടാം. പക്ഷേ അത് നിർബന്ധമില്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടുന്ന ഒരു നിർബന്ധമില്ല. പ്രസിഡന്റിന് വേണമെങ്കിൽ എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടാം. പക്ഷെ എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പിരിച്ചുവിടും. അതായത് മന്ത്രിസഭ ഉണ്ടല്ലോ, മന്ത്രിസഭ പിരിച്ചുവിടും. മന്ത്രിസഭ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടങ്ങിയുള്ള മന്ത്രിസഭയെ പിരിച്ചുവിടും. അതെന്തായാലും നിർബന്ധമായിട്ട് സംഭവിക്കും. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പിരിച്ചുവിടും. പക്ഷേ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടാം, വിടാതിരിക്കാം. അത് പ്രസിഡന്റിന്റെ ഇഷ്ടമാണ്. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുമ്പോൾ MLA മാരൊക്കെ ഉള്ള അസംബ്ലി. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് മന്ത്രിസഭ എന്തായാലും പിരിച്ചുവിടും. പക്ഷേ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്താണ്? ഓട്ടോമാറ്റിക് ഡിസോൾവ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അത് എന്താ വേണമെങ്കിൽ പ്രസിഡന്റ് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഒന്നേ ഡിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. അത് പ്രസിഡന്റിന്റെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോയത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണെന്ത്? അതായത് മന്ത്രിസഭയാണെന്ത് ഡിസോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ പിരിച്ചുവിടുന്നത്. അസംബ്ലി ഓഫ് സ്റ്റേറ്റ് ഒന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യും. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ഓട്ടോമാറ്റിക് ഡിസോൾവ് ആവും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ, ദ പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഷാൾ ബി എക്സസൈസബിൾ ബൈ ഓർ അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ പാർലമെന്റ്. ശരിയാണ്.
ഒരു സ്റ്റേറ്റില് പ്രസിഡന്റ് റൂൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് പാർലമെന്റ് ആണ്. പാർലമെന്റ് ആണ് അവിടുത്തെ എന്ത് മറ്റുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും നിയമങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഡയറക്റ്റ് പാർലമെന്റ് ആയിരിക്കും. കാരണം മന്ത്രിസഭ പിരിച്ചു വിട്ടല്ലോ, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് പ്രസിഡന്റ് ത്രൂ പാർലമെന്റ് ആണ്. പാർലമെന്റ് ആണ് നിയമം ഉണ്ടാക്കുന്നതും നടപ്പിലാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് പാർലമെന്റ് അതോറിറ്റിയിലാണ്. അപ്പൊ അത് ശരിയാണ്. ആൻസർ നമുക്ക് കിട്ടിയ ഓപ്ഷൻ ബി ആണ്. എന്നാൽ നമുക്ക് ബാക്കി രണ്ട് ഓപ്ഷൻ കൂടെ നോക്കാം. ആർട്ടിക്കിൾ 19 ഈ സസ്പെൻഡ് ഇൻ ദ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 19 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലേ. ഏത് റൈറ്റ് ആണ്? റൈറ്റ് ടു ഫ്രീഡം ആണ്. അപ്പൊ അത് നാഷണൽ എമർജൻസിക്ക് വന്നാൽ ഓട്ടോമാറ്റിക് സസ്പെൻഡ് ആവും. എന്നാൽ സ്റ്റേറ്റ് എമർജൻസിയിൽ സസ്പെൻഡ് ആവണമെന്ന് നിർബന്ധമില്ല, സസ്പെൻഡ് ആക്കാം. അത് പ്രസിഡന്റ് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. ഓക്കെ, നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുമല്ല. ഇനി ദ പ്രസിഡന്റ് ക്യാൻ മേക്ക് ലോസ് റിലേറ്റിംഗ് ടു ദ സ്റ്റേറ്റ്. പ്രസിഡന്റ് അല്ല നിയമം ഉണ്ടാക്കുന്നത്, പാർലമെന്റ് ആണ്. ഓക്കെ, പ്രസിഡന്റ് വഴി പാർലമെന്റ് ആണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഏറ്റവും എന്താ സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. The powers of the legislature of the state shall be exercisable by or under the authority of the parliament. പ്രസിഡന്റ് റൂൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേറ്റിന്റെ നിയമങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? പാർലമെന്റ് ആണ്, ഡയറക്റ്റ് പാർലമെന്റ് ആണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർലമെന്ററി കമ്മിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചാൽ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പാർലമെന്ററി കമ്മിറ്റി നിങ്ങൾ പഠിച്ചവരാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. വിത്ത് റെഫറൻസ് ടു ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർലമെന്ററി കമ്മിറ്റീസ് scrutinizes and reports to the House whether the powers to make regulations, rules, sub-rules, bylaws, etc. conferred by the Constitution or delegated by the Parliament are being properly exercised by the executive within the scope of such delegation. Questions വലിയ സിമ്പിൾ ആണ്. അതായത് എന്താ, എക്സിക്യൂട്ടീവിന്റെ എന്താ പവേഴ്സ് ഉണ്ടല്ലോ, അതായത് റൂൾസ് ഉണ്ടാക്കാനുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ സബ് റൂൾ, ബൈലോ ഇതൊക്കെ ഉണ്ടാക്കുന്ന പവർ ഉണ്ടല്ലോ, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ അനുസരിച്ചാണോ അല്ലെങ്കിൽ പാർലമെന്റിൽ പറഞ്ഞുള്ള അനുസരിച്ചാണോ നടപ്പിലാക്കുന്നത് നോക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതാരാണ് ചോദ്യം? എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, അവര് എന്താ റെഗുലേഷൻസും റൂൾസും ഒക്കെ ഉണ്ടാക്കുന്നതും സബ് റൂൾസ് ബൈ ഇതൊക്കെ ഉണ്ടാക്കുന്നതും നടപ്പിലാക്കുന്നതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ പ്രകാരമാണോ അല്ലെങ്കിൽ പാർലമെന്റ് പറഞ്ഞത് പ്രകാരമാണോ എന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നതും അത് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദ്യം. ഏതാണ്? കമ്മിറ്റി ഓൺ ഗവൺമെന്റ് അഷുറൻസ് ആണോ? കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണോ? റൂൾസ് കമ്മിറ്റി ആണോ? ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ആണോ? ഓക്കെ, ഓപ്ഷൻ ബി ആണ്, കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. ഇത് വന്നപ്പോഴാണ് 1953 അപ്പൊ ഇതാണ്, ഈ ഹൗസാണ് എന്ത് സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ റിപ്പോർട്ട്. എന്ത്, അതായത് എക്സിക്യൂട്ടീവിന്റെ പവേഴ്സ് ഉണ്ടല്ലോ, അതായത് റൂൾസ് ഉണ്ടാക്കാനും റെഗുലേഷൻ, സബ് റൂൾസ്, ബൈലോസ്, ഇതൊക്കെ കൃത്യമായ കോൺസ്റ്റിറ്റ്യൂഷന്റെ അധികാരം, കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞുള്ള കാര്യങ്ങൾ അനുസരിച്ചാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ പാർലമെന്റ് പറഞ്ഞുള്ള കാര്യങ്ങൾ അനുസരിച്ചാണോ ചെയ്യുന്നതൊക്കെ നോക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നവരാണ് കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്. ഓക്കെ, ഓരോ ലോകസഭയിലും രാജ്യസഭയിലും സെപ്പറേറ്റ് ആയിട്ട് ഈ കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ഓരോ ഹൗസിലും ഏതാണ് എത്ര മെമ്പേഴ്സ് ഉണ്ടാവുക? 15 മെമ്പേഴ്സ് അല്ല, 15 മെമ്പേഴ്സ്. ചെയർമാനെ സെലക്ട് ചെയ്യുന്നവരാണ് ആ ഹൗസിൽ, ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്. ഇനിയിപ്പോ ഡെപ്യൂട്ടി ചെയർമാൻ, അതായത് ഹൗസിന്റെ, അതായത് ലോക്സഭയും രാജ്യസഭയുടെ ഒക്കെ ഡെപ്യൂട്ടി സ്പീക്കറോ ഡെപ്യൂട്ടി ചെയർമാൻ ഒക്കെ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ അവരായിരിക്കും അതിന്റെ ചെയർമാൻ. ഓക്കെ, ജസ്റ്റ് എത്ര അറിഞ്ഞു വെച്ചാൽ മതി. അധികം ഇമ്പോർട്ടൻറ്റ് 15 മെമ്പേഴ്സ് ആണ് ഓർത്ത് വെക്കാം, 15 മെമ്പേഴ്സ്. നെക്സ്റ്റ് 10ാമത്തെ, ഇത് കുറച്ച് ടഫായ ചോദ്യമായിരുന്നു, എന്നാലും നോക്കിയേ. As per the Right to Education Act, to be eligible for appointment as a teacher in a state, a person would be required to possess the minimum qualification laid down by the concerned State Council of Teachers Education. രണ്ടാമത്തെ, as per RT Act, for teaching primary classes, a candidate is required to pass a teacher eligibility test conducted in accordance with the National Council of Teacher Education guidelines. In India, more than 90% of teacher education institutions are directly under the state governments. ഇത് ഏതാണ് ശരി ഉത്തരം? നോക്കാം. എന്നാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? ആസ് പെർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം ടീച്ചേഴ്സിന്റെ എലിജിബിലിറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. എലിജിബിൾ ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എ ടീച്ചർ ഇൻ എ സ്റ്റേറ്റ്, എ പേഴ്സൺ വുഡ് ബി റിക്വയർഡ് ടു പൊസസ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ലേഡ് ഡൗൺ ബൈ ദ, മിനിമം ക്വാളിഫിക്കേഷൻ വേണം ടീച്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ തെറ്റെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ laid down by the concerned State Council of Teacher Education അല്ല. മിനിമം ക്വാളിഫിക്കേഷൻ laid down ചെയ്ത ആരാണ്? നാഷണൽ ആണ്. നാഷണൽ സംഭവം മനസ്സിലായ? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്, അല്ലാതെ സ്റ്റേറ്റ് കൗൺസിൽ അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ,
അതായത് ഒരു സ്റ്റേറ്റിൽ ടീച്ചർ ആവാനുള്ള എന്താണ് മിനിമം ക്വാളിഫിക്കേഷൻ ആരാണ് പറഞ്ഞിട്ടുള്ളത്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്, സ്റ്റേറ്റ് അല്ല. ഈ രണ്ടാമത്തെ ആസ് പെർ ആർ ടി ആക്ട് ടീച്ചർ, അതായത് പ്രൈമറി ക്ലാസ്സുകൾക്ക് ടീച്ച് ചെയ്യാൻ വേണ്ടി എന്താണ് ടീച്ചേഴ്സ് കാൻഡിഡേറ്റ് ഒരു ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഗൈഡ് ലൈൻസ്, അതും ശരിയാണ്. നാഷണൽ കൗൺസിലിന്റെ എന്താണ് ഗൈഡ് ലൈൻസ് തന്നെയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഇൻ ഇന്ത്യ more than 90% of teacher education institutions are directly under the state governments. ശരിയാണോ? അല്ല, തെറ്റാണ്. 90% ഉണ്ട്. എവിടെയാണ്? ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അണ്ടറിലല്ല. 90% ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ്. നമ്മുടെ രാജ്യത്ത് 90% ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൈവറ്റ് ആണ്. ഓക്കെ, അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലല്ല. അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ 2 ആണ് ശരി. ഓപ്ഷൻ ഓൺലി ബി ഓൺലി. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്. ഓക്കെ, കുറച്ച് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് നമ്മുടെ ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻ എപ്പോഴാണ് നടന്നത്? ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻ എപ്പോഴാണ് നടന്നത്? അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ ഭരണഘടനയൊക്കെ ഉണ്ടായതിനു ശേഷം ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻ എപ്പോഴാണ് നടന്നത്? 1951, 1952. ഓക്കെ, ഈ വർഷമാണ് നമ്മുടെ ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻ നടന്നത്. ഓക്കെ, ആരാണ് വിജയിച്ചത്? വിന്നർ ആരാണ്? അത് നിങ്ങൾക്ക് അറിയാം. ആരാണ്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. INC ആണ് ഇലക്ഷനിൽ വിജയിച്ചത്. അതായത് 489 സീറ്റില് 364 സീറ്റും എന്താണ് 364 സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വിൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇൻ ദ ഫസ്റ്റ് ലോക്സഭ ദ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ ഒപ്പോസിഷൻ ആണ്. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി അല്ല, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ ഒപ്പോസിഷൻ ആണ് വാസ് സ്വതന്ത്രത പാർട്ടി. ആണോ? ഇൻ ദ ലോക്സഭ എ ലീഡർ ഓഫ് ദ ഒപ്പോസിഷൻ വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1969. അത് നമ്മൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയില്ലേ, പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഒരു സംഭവം ആദ്യമായി കൊണ്ടുവന്നത് 1969 പറയുന്നത്. ഇൻ ദ ലോക്സഭ ഇഫ് എ പാർട്ടി ഡസ് നോട്ട് ഹാവ് എ മിനിമം ഓഫ് 75 മെമ്പേഴ്സ് ഇറ്റ്സ് ലീഡർ കനോട്ട് ബി റെക്കഗ്നൈസ്ഡ് ആസ് ദ ലീഡർ ഓഫ് ദ ഒപ്പോസിഷൻ. അതായത് മിനിമം 75 മെമ്പർ, അതായത് എന്താ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിക്ക് മിനിമം 75 മെമ്പേഴ്സ് ജയിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതിന്റെ ലീഡർ ഓഫ് ഒപ്പോസിഷനായി കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഏതൊക്കെയാ ശരി ഉത്തരം? നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഞാൻ പറഞ്ഞു ലാർജസ്റ്റ് പാർട്ടി വിന്നർ ആരായിരുന്നു? INC ആയിരുന്നു. എന്നാൽ സെക്കൻഡ് വന്ന ആരാണെന്ന് അറിയോ? സെക്കൻഡ് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്, സ്വതന്ത്രതാ പാർട്ടി അല്ല. ഓക്കെ, 16 സീറ്റോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് വന്നത്. അപ്പൊ സ്വതന്ത്രതാ പാർട്ടി അല്ല, ഇത് ഓപ്ഷൻ തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന സംഭവം ആദ്യമായിട്ട് വന്നത് 1969 അതുവരെ അങ്ങനെ സംഭവം ഇല്ലായിരുന്നു, ലീഡർ ഓഫ് ഒപ്പോസിഷൻ. ഓക്കെ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് റെക്കഗ്നൈസ് ചെയ്തത് ആദ്യമായിട്ട് വന്നപ്പോഴാണ് 1969 എന്നാൽ അതിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നേഷൻ, അതായത് നിയമത്തിന്റെ ഒരു ബലം, സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നേഷൻ എപ്പോഴാണ് വന്നത്? 1979 ഓക്കെ, 1977 ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ റെക്കഗ്നൈസ് ചെയ്തത് 1969 ആണെങ്കിലും അതിനൊരു നിയമത്തിന്റെ ബലം, അതായത് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നേഷൻ വന്നപ്പോഴാണ് 1977 ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇത് ശരിയാണോ? 75 മെമ്പേഴ്സ് വേണം മിനിമം ലീഡർ ഓഫ് ഒപ്പോസിഷനെ റെക്കഗ്നൈസ് ചെയ്യാൻ. വേണ്ട. എപ്പോഴാണ്? 1/10 സീറ്റ് മതി. അതായത് ടോട്ടൽ എന്താണ് ടോട്ടൽ സീറ്റിന്റെ 1/10 ഉണ്ടെങ്കിൽ മാത്രം എന്ത് മതി? ലീഡർ ഓഫ് ആ പാർട്ടിയുടെ ലീഡറിനെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ റെക്കഗ്നൈസ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മുടെ എന്താ എന്റെ കേസ് എടുക്കാം, ലോക്സഭയുടെ കേസ് എടുക്കുവാണെങ്കിൽ എന്താണ് 1/10 എന്ന് പറയുമ്പോൾ എത്രയാ? ഏകദേശം 55 അടുത്ത് വരും, 55 സീറ്റ്. ഓക്കെ, ആ 55 സീറ്റ് ഉണ്ടായാൽ മതി ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആവാൻ. ഓക്കെ, പാർട്ടിക്ക് 55 സീറ്റ് ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ലീഡർ ആരായിരിക്കും? ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആവും. 75 വേണമെന്നില്ല. അപ്പൊ 1/10 ആണ്. 1/10 ആണ് നോക്കുക. ഓക്കെ, ഇത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ 2 മാത്രമാണ് ശരി ഉത്തരം, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, നമുക്ക് ഇതോടെ തീർക്കാം. ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ can place a particular law in the 9th schedule of the Constitution of India. The validity of law placed in 9th schedule cannot be examined by any court or no judgment can be made on it. എന്താണ് 9th ഷെഡ്യൂൾ? നമ്മുടെ ആദ്യത്തെ അമെന്റ്മെന്റ്, നമ്മുടെ ഫസ്റ്റ് അമെന്റ്മെന്റ്. ഓക്കെ, ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഫസ്റ്റ് അമെന്റ്മെന്റ്. ഓക്കെ, എപ്പോഴായിരുന്നു അത്? 19
1951 ഓക്കെ. ആ 1951 ഫസ്റ്റ് അമെന്റ്മെന്റ് വഴി കൊണ്ടുവന്നതാണ് എന്ത്? 9th ഷെഡ്യൂൾ. ഓക്കെ, 9th ഷെഡ്യൂൾ 1951 ഫസ്റ്റ് അമെന്റ്മെന്റ് വഴി കൊണ്ടുവന്നത് എന്തിനാണ്? ഒരു പ്രൊട്ടക്റ്റീവ് അംബ്രല പോലെ കൊണ്ടുവന്നതാണ്. എന്തിനാ? അതായത് ചില നിയമങ്ങൾ ഈ ഒരു 9th ഷെഡ്യൂളിനുള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്? പിന്നെ അത് കോടതിക്ക് ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് എന്ത് അത് കൊണ്ടുവന്നവർ പറഞ്ഞത്. അതിപ്പോ ഒരു ഏതെങ്കിലും നിയമം കൊണ്ടുവന്നു, ആ നിയമം ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇവർ ഈ 9th ഷെഡ്യൂളിന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് എന്താ സംഭവിക്കണ്ട? പിന്നെ ഒരു കോടതിക്ക് ഇത് അതിനെ ചെക്ക് ചെയ്യാനോ അതിനെ ക്രോസ് ചെയ്യാനോ ഒന്നും ചലഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതാണ് 9th ഷെഡ്യൂൾ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി കൊണ്ടുവന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 31B. ഓക്കെ, ആർട്ടിക്കിൾ 31B. അപ്പൊ എന്താ 9th ഷെഡ്യൂൾ എന്ന് മനസ്സിലായല്ലോ? ചില നിയമങ്ങൾ, അതിപ്പോ ചില നിയമങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന നിയമങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അത് 9th ഷെഡ്യൂളിൽ ഇവർ കൊണ്ടുവയ്ക്കും ഗവൺമെന്റ്. അങ്ങനെ 9th ഷെഡ്യൂളിൽ കൊണ്ടുവച്ച നിയമത്തിൽ എന്താ സംഭവിക്കുക? 9th ഷെഡ്യൂളിൽ നിയമം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചലഞ്ച് ചെയ്യാനൊന്നും ഒരു കോടതിക്കും പറ്റില്ല. ഓക്കെ, അതിനാണ് 9th ഷെഡ്യൂളിൽ കൊണ്ടുവന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പാർലമെന്റ് എന്താണ്? 9th ഷെഡ്യൂൾ നിയമം കൊണ്ടുവയ്ക്കാനുള്ള അധികാരമുണ്ട്, റൈറ്റ് ഉണ്ട്, ശരിയാണ്. എന്നാൽ the validity of law placed in 9th schedule cannot be examined by any court or no judgment can be made on it. ഇതിന് വേണ്ടിയാണ് അവർ 9th ഷെഡ്യൂൾ കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ സുപ്രീം കോടതി വിധിച്ചു എന്താ? അങ്ങനെ ഒരു നിയമത്തിന് കോടതിയുടെ സ്ക്രൂട്ടിനി, ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നത് നമ്മുടെ സുപ്രീം കോടതി വിധിച്ചു. അതോടെ അങ്ങനെ 9th ഷെഡ്യൂൾ നിയമം കൊണ്ടുവച്ചാൽ പോലും ആ നിയമം കോടതിക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം, കോടതിയിൽ ചലഞ്ച് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെ നിയമം കട്ട് ചെയ്ത് കളയാൻ വേണം ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു നിയമത്തിന് ഒരു പ്രൊട്ടക്ഷൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 9th ഷെഡ്യൂൾ നിയമം കൊണ്ടുവച്ചാലും കോടതിക്ക് അത് എക്സാമിൻ ചെയ്യാം, വേണമെങ്കിൽ അതിനെതിരെ ജഡ്ജ്മെന്റും കൊണ്ടുവരാം. ഓക്കെ, ഓപ്പൺ ടു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി സുപ്രീം കോടതി വിധിച്ചു. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഓപ്ഷൻ എ മാത്രമാണ് ശരി. ഓപ്ഷൻ എ. ഗവൺമെന്റ് 9th ഷെഡ്യൂൾ നിയമം കൊണ്ടുവയ്ക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ 9th ഷെഡ്യൂൾ നിയമം കൊണ്ടുവച്ചു എന്ന് വിചാരിച്ച് കോടതികളുടെ എക്സാമിനേഷൻ രക്ഷപ്പെടാനൊന്നും പറ്റില്ല. കോടതിക്ക് വേണമെങ്കിൽ അത് എക്സാമിൻ ചെയ്യാം, അതിനെതിരെ ജഡ്ജ്മെന്റും കൊണ്ടുവരാം. ഓക്കെ, അടുത്തത് ലാസ്റ്റ് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റൂൾ ഓഫ് ലോ ഇൻഡെക്സ്. നിങ്ങൾ ഓർത്ത് വെക്കുക, എല്ലാ എക്സാമിനും നമ്മുടെ UPSC എല്ലാ എക്സാമിനും ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് കുറച്ച് കൊല്ലമായിട്ട് ചോദിച്ചിട്ടില്ല തോന്നുന്നു. പക്ഷെ അതിന് മുന്നേ വരെ സ്ഥിരമായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഇൻഡെക്സ്. ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ചോദിക്കും, അത് ആരാണ് ഇറക്കുന്നത് വെച്ച്. അപ്പൊ അതുകൊണ്ട് ഇൻഡെക്സുകളൊക്കെ കൃത്യമായിട്ട് എല്ലാം കാണാതെ പഠിക്കുക. ഇപ്പൊ UNEP ഇറക്കുന്ന കുറെ ഉണ്ട്, UNDP ഇറക്കുന്ന കുറെ ഉണ്ട്, വേൾഡ് ബാങ്ക് ഇറക്കുന്ന കുറെ ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ വേൾഡ് എക്കണോമിക് ഫോറം ഇറക്കുന്ന ഒരുപാട് ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണാതെ പഠിക്കുക, മാറിപ്പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും. റൂൾ ഓഫ് ലോ ഇൻഡെക്സ് ഇറക്കുന്ന ആരാണ് ചോദിച്ചത്? ആരാ ഇറക്കുന്നത്? വേൾഡ് ജസ്റ്റിസ്. ഓപ്ഷൻ ഡി, വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് ആണ് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് ഇറക്കുന്നത്. റൂൾ ഓഫ് ലോ ഇൻഡെക്സ് ഇറക്കുന്നതാണ് വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ്. ഓക്കെ, അത്ര ഓർത്തിട്ട് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണം. ആരാണ് ഇറക്കുന്നത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒരുപാട് ഇൻഡെക്സ് ഉണ്ട്, എല്ലാ ഇൻഡെക്സും പഠിക്കാതെ എക്സാമിന് പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ 13 ക്വസ്റ്റ്യൻ 2018 നമ്മൾ നോക്കി കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2019 നോക്കും. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പെൻ ടാബ് ഇല്ലാത്തതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് പെൻ ടാബ് പെട്ടെന്ന് കേടായി പോയി, അതുകൊണ്ട് മൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. അപ്പൊ എല്ലാവരും അത് ക്ഷമിക്കുക. എന്നിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മറ്റ് UPSC ക്ലാസ്സുകളും KS ക്ലാസ്സുകളും ഫൗണ്ടേഷൻ ബാച്ചിന്റെ ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഇതിൽ കൊടുത്തുള്ള നമ്പർ, താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ ബുധനാഴ്ചയും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയും, ബുധനാഴ്ചയും, വെള്ളിയാഴ്ചയും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.